മദ്രാസ് ഫിലിം ചേംബറുണ്ട്. അപ്പോൾ ഫിലിം ചേംബർ 4 ഭാഷയിലുള്ള ആൾക്കാരെ എല്ലാ സൗത്ത് ഇന്ത്യൻ ഫിലിം മേക്കേഴ്സ്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സംഘടനയാണത്. സൗത്ത് ഇന്ത്യയിലെ സിനിമയിൽ കുറേ അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളെ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. 6 വർഷം മാത്രമേ അത് നടന്നുള്ളൂ. ഇപ്പം ഇല്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. അന്ന് 6 വർഷം മാത്രമേ ഉള്ളൂ. അതെ, രജനീകാന്ത് അവിടെ പഠിച്ചതാണ്. അപ്പം 2 വർഷത്തെ കോഴ്സാണ്. ആദ്യത്തെ കോഴ്സ് പിന്നെ ബാച്ചിൽപ്പെട്ടാണ് രജനീകാന്ത്. അന്ന് ശിവാജി റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ 6 വർഷത്തിനുള്ളിൽ പഠിച്ചവരാണോ രജനി സാറും? പിന്നെ ശ്രീനിചേട്ടന് അന്ന് രജനി സാറിനെ കാണാനൊക്കെയുള്ള അവസരം? അതെ, അപ്പൊ അത് പിന്നെ അന്ന് പുള്ളി പിൽക്കാലത്ത് രജനീകാന്ത് ആവാൻ പോവാണ് എന്ന് അറിയാത്തതുകൊണ്ട് അന്ന് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അപ്പൊ നമുക്ക് അതിന് സ്ക്രീൻ ടെസ്റ്റ് ഷൂട്ട് ചെയ്തത് രാമു കാര്യമായിട്ടാണ് ഡയറക്ടർ അന്നത്തെ. അത് സിനിമ അഭിനയം പഠിപ്പിക്കുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പം ഞാനങ്ങോട്ട് ഇൻ്റർവ്യൂവിന് കയറി ചെന്നപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇരിക്കുന്നത്. എനിക്ക് സിനിമാ ഭ്രമവും ആവേശവും ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട്, ആഗ്രഹം ഇല്ലാത്തത് പ്രധാനമായിട്ടും ഞാനതിനൊന്നുമില്ല യോഗ്യത ഇല്ലാത്ത ആളാണെന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അർഹതയില്ലാത്തത് ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ലേ. എന്നെ കണ്ടപ്പോൾ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പഠിക്കാൻ വരുന്ന ആളാണെന്നുള്ള അർത്ഥത്തിൽ എന്നെ കണ്ടപ്പോൾ തന്നെ രാമുകാരിയോട് ചിരിച്ചു പോയി. അറിയാതെ ഇതൊക്കെ ചുമ്മാ കഥയല്ലേ? കഥയല്ല, ചിരിച്ചു ഇങ്ങനെ ചിരിച്ചു അയാൾ. അപ്പം സ്വാഭാവികമായിട്ടും അത് എനിക്ക് മനസ്സിലായി. കാരണം അഭിനയം എന്ന് പറയുന്ന അന്നത്തെ സങ്കല്പം വെച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ഇങ്ങനത്തെ ഒരാൾ വരാൻ പാടില്ല എന്നുള്ളതാണ്.